നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിന് നൽകിയ മൊഴി പുറത്ത്. കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ള വിവരം തനിക്കറിയില്ലായിരുന്നു. ബാങ്ക് ലോണും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതും ഉൾപ്പെടെ 15 ലക്ഷം രൂപ കടമുണ്ടെന്ന് അറിയാമായിരുന്നു എന്നാണ് റഹീം പോലീസിനോട് പറഞ്ഞത്. അഫാൻ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള വിവരവും അറിയാമായിരുന്നു. ആ കുട്ടിയുടെ മാല പണയം വെച്ചിരുന്നു. അതെടുത്തു നൽകാനായി 60,000 രൂപ ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് അയച്ചതായും റഹീം പറഞ്ഞു. എന്നാൽ അഫാൻ എടുത്തു കൊടുത്തത് മുക്കുപണ്ടമായിരുന്നു. ആ പൈസയ്ക്ക് എന്താണ് അഫാൻ ചെയ്തത് എന്നുള്ള കാര്യമടക്കം ചോദ്യം ഇതുവരെയായിട്ടും ഉത്തരം ലഭിച്ചിട്ടില്ല. സാമ്പത്തിക ബാധ്യത ഉള്ളതിനാൽ കഴിഞ്ഞ 4 മാസമായി റഹീം വിദേശത്ത് ഒളിവിലായിരുന്നു. സ്ഥിരം നാട്ടിലേക്ക് വിളിക്കാറുമുണ്ടായിരുന്നില്ല. അതിനാൽ അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ പറ്റി അറിയില്ലെന്നും റഹീം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം വൻ സാമ്പത്തിക ബാധ്യതയാണെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണെന്നാണ് പോലീസും പറയുന്നത്. 14 പേരിൽ നിന്നായി 65 ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത്. ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു. ഇതോടെ ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും തീരുമാനിച്ചതായി പോലീസ് പറഞ്ഞു. അഫാന്റെ അമ്മ ഷെമീന ചിട്ടി നടത്തിയും പണം പോയി. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷെമീന ചിട്ടി നടത്തിയത്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി, പക്ഷെ പണം നൽകിയില്ല. ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി. അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. അഫാനെതിരെ മൊഴി കൊടുക്കാതെ അമ്മ ഷെമിയും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അമ്മ ഷെമിയെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വിവരം അറിയിച്ചിട്ടില്ല. അഫാൻ കുറ്റം സംബന്ധിച്ച് കീഴടങ്ങിയതും പറഞ്ഞിട്ടില്ല. താൻ കട്ടിലിൽ നിന്ന് വീണുവെന്നാണ് അമ്മ ഇപ്പോഴും പറയുന്നത്. അഫ്സാൻ എവിടെയാണ്? വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ഭർത്താവ് അബ്ദുൾ റഹീമിനെ കണ്ടതും ഷെമി ചോദിച്ചതും ഈ ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു. മകനെ കണ്ടിരുന്നു, അവൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് എന്നായിരുന്നു റഹീം നൽകിയ മറുപടി. കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് റഹീമിനോടും ഷെമി പറഞ്ഞത്. തനിക്ക് മാത്രമാണ് പരിക്കേറ്റതെന്ന ചിന്തയിൽ കഴിയുന്ന ഷെമി അഫാനാണ് ആക്രമിച്ചതെന്നും ഇതുവരെയായിട്ടും സമ്മതിച്ചിട്ടില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തലകറങ്ങി താഴെ വീണുണ്ടായ പരിക്കാണെന്നാണ് ഷെമി പറയുന്നത്. ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിയിരുന്നു. 7 വർഷത്തിന് ശേഷമാണ് അബ്ദുൾ റഹീം നാട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 7:45 റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ശേഷം ബന്ധുക്കൾക്കൊപ്പം ആശുപത്രിയിൽ എത്തുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധുക്കളെ ഒഴിവാക്കി 20 മിനിറ്റോളം ഐസിയുവിൽ ഷെമിക്കൊപ്പം ഇരുന്നു. റഹീമിനെ കണ്ടയുടൻ ഷെമി തിരിച്ചറിഞ്ഞതായും കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. അതിനിടയിൽ കൂട്ടക്കൊലയിൽ പോലീസ് ചില സ്ഥിരീകരണങ്ങൾ നൽകുന്നുണ്ട്. കടബാധ്യത മൂലം വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ ആദ്യം ആലോചിച്ചത് കുടുംബാംഗങ്ങൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാനാണ് എന്നത് സ്ഥിരീകരിക്കുകയാണ് പോലീസ്.